നമ്മള് എല്ലാരും കൂടിയിട്ട് ഗേൾസ് ഓൺലി നൈഫ് ഉപയോഗിച്ചിട്ട് ഞണ്ട് കഴിച്ചിട്ടുണ്ടാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയൊരു ക്രിസ്മസ് വ്ലോഗാണ് കേട്ടോ. December 24 ശരത്തേട്ടൻ്റെ ഓഫീസിലെ ക്രിസ്മസ് പരിപാടികൾ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നതായിരുന്നു. ഇതൊരു ഹ്യൂമിഡിഫയർ ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എയർ ഫ്രഷ്നർ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പല ഫ്ലേവേഴ്സിലുള്ള ലിക്വിഡും കിട്ടും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ കാണിച്ച ആ ഒരു എസെൻഷ്യൽ ഓയിൽ ഒഴിക്കണം. പിന്നെ അത് മൂടി വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്താൽ നമുക്ക് ആ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് കിട്ടും. പിന്നെ രണ്ടാമത് കിട്ടിയ ഗിഫ്റ്റ് ഈ ഒരു ഇലക്ട്രിക് ഷേവറാണ് കേട്ടോ. നമ്മൾ എല്ലാ വർഷവും മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്മസിൻ്റെ രാത്രിയിൽ പ്ലം കേക്ക് കട്ട് ചെയ്യാമെന്ന്. അതിൻ്റെ കൂടെ വൈനും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ വൈനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ ആ ഒരു ക്രിസ്മസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു. ഞാനൊരു ക്രിസ്ത്യൻ അല്ലെങ്കിലും എനിക്ക് ക്രിസ്ത്യൻസിൻ്റെ ആചാരങ്ങളും ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കൂളിംഗ് ഒക്കെ മാഹിലായോട് തന്നെ ഞാൻ മിക്ക ദിവസവും സെൻറ്റ് തെരേസ ചേർച്ചിൽ പോകാറുണ്ടായിരുന്നു, കുർബാനയും കൂടാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് December 25 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാരി ക്രിസ്മസ്. അപ്പം നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് അപ്പവും സ്റ്റൂവും ആണ്. എനിക്കിന്ന് ലീവാണ്. അപ്പോൾ ശരത്തേട്ടന് ഓഫീസിൽ പോകണം. അപ്പോൾ ഇത് അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ചിട്ട് ശരത്തേട്ടന് ഓഫീസിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ശരത്തേട്ടന് ഓഫീസിലേക്ക് പോയതിന് ശേഷം ഞാനും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ നേരം ഫോൺ കൊണ്ട് നോണ്ടിയിരുന്നു. ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഫുഡ്, ലഞ്ച്. സോ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ബീഫ് അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്ക് മക്കളെ നോക്കൂ, ഞാനിപ്പം ദമ്മിടണം. നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ദമ്മിടാണ്. അപ്പം എനിക്ക് ഫുഡ് കഴിക്കാൻ ശരത് കുമാർ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അപ്പോഴത്തേക്ക് ദമ്മൊക്കെ സെറ്റാവും. അങ്ങനെ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ശരത് കുമാർ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല കേട്ടോ, നമ്മുടെ ബീഫ് ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളങ്ങനെ ഒരു സിറ്റി സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഓഫീസിൽ സീക്രട്ട് സാൻഡ കളിക്കുന്നുണ്ട്. അപ്പം ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പം എൻ്റെ ഏഞ്ചലാണ്, ഏഞ്ചലിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ. ഇവിടെ എന്തൊക്കെയോ ചെറിയ ക്രിസ്മസ് മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു കേട്ടോ. അപ്പം നാളെ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. യുഎയിൽ വിൻ്റർ ടൈം ആകുമ്പോൾ പലയിടങ്ങളിലും ഇതുപോലത്തെ മാർക്കറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഹലോ,
അപ്പോൾ ഇന്ന് നമുക്ക് ടീം ഡിന്നറുള്ള ഒരു ദിവസമാണ് കേട്ടോ, കൂടെ ക്രിസ്മസ് സെലിബ്രേഷനും. അപ്പോൾ ഇന്നാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. മാനേജറെ കാത്തിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നത്. വിശക്കുന്നില്ലേ? ഒരാളെ കാണുന്നില്ല. നമ്മളെ മാനേജറെ കുറേ സമയം കാത്തു നിൽക്കുന്നു, ഇതുവരെ ആയിട്ടും വന്നില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഗേൾസ് ഓൺലി അല്ലേ, നമ്മളിപ്പം അബ്സല്യൂട്ട് ബാർബിക്യൂലേക്ക് പോവാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഡ്രൈവർ പൾബർ ഇവിടെ ഉണ്ട്, ഹാജറുണ്ട്, പൾബർ എത്തി നോക്കുന്നുണ്ട്. എല്ലാരും ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാണല്ലേ? എക്സൈറ്റഡ്? അറിയ എക്സൈറ്റഡ്? വാങ്ങാൻ എക്സൈറ്റ്മെന്റ് ഇല്ല? അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. भैया थोड़ा स्माइल करो ना। हम फेस बना देते लाइव अभी। हाँ वीडियो क्या क्या? हाँ ये लाइव वीडियो बना देते। ये सिरप है ना? ये शुगर सिरप है, ये घी है। हाँ हाँ, बाद में इसमें डालेगा? पहले उसमें डालेंगे, उसके बाद ओके ओके ठीक है। हाँ ഓഫീസ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ കോൺസെൻട്രേഷൻ ഫുഡിൽ തന്നെയായിരുന്നു. Shruti, how is the food? റെഡ് കളർ ബാബിക്യൂ എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് വാട്ടർമെലൻ്റെ ബാബിക്യൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, സാധാരണ വാട്ടർമെലൻ കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയേ. ഞണ്ടെടുക്കുന്ന ശ്രുതിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നീ എങ്ങനെ ഇത് കഴിക്കും ശ്രുതി? നമ്മൾ മലയാളീസ് അല്ല, നമ്മൾ കടിച്ച് പൊട്ടിച്ച് കഴിക്കുമല്ലേ? പിന്നല്ല. प्रकाश आपको ये चाहिए, क्रैब चाहिए? नहीं, क्यों क्यों नहीं? ഉപയോഗിച്ചിട്ട് ഫോർക്കും നൈഫും ഉപയോഗിച്ചിട്ട് ഞണ്ട് കഴിച്ചിട്ടുണ്ടാവും. നോക്കൂ, ഞാൻ അങ്ങനെയാണ് ഞണ്ട് കഴിക്കുന്നത്. അങ്ങനെ നമ്മളെ ഗിഫ്റ്റ് റിവീൽ ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ നമ്മൾ മെയിൻ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അവരുടെ ഒരു ലോഞ്ച് ഏരിയ പോലത്തെ സംഭവമുണ്ട്, അവിടെ പോയി എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ കൊടുത്തത് ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഒരു സെറ്റായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട്. choice is there. That is if it is not okay, you can return it. ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കൊലീഗിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫൈനലായിട്ട് ഡെസേർട്ടും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. പതുക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരെ